ബലദേവ്, എന്താണ് ഇങ്ങനെ പറയുന്നത്? കഴിഞ്ഞ തവണത്തെ തീർത്ഥാടന കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവെ തിരക്ക് കുറവാണ്. 1.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തരുടെ കുറവുണ്ടായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ തന്നെ കണക്ക് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വരുമാനത്തിൽ 20 കോടിയോളം രൂപയുടെ കുറവുണ്ടായതും ഈ കാരണത്താലാണെന്ന് കരുതപ്പെടുകയാണ്. കാരണം അങ്ങനെ കുറവല്ലാതെ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായതിന് ആനുപാതികമായി നടവരവും കുറഞ്ഞുവെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത്. അതിനപ്പുറം ഒന്നും അതിൽ കാണേണ്ടതില്ല എന്ന്. എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കുണ്ടായത് അത് വെറും പ്രചാരണമാണ്. അങ്ങനെയൊന്നും തിരക്കുണ്ടായിട്ടില്ല, വെറുതെ കുറേ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വീഴ്ച സംഭവിച്ചു, അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏറ്റു പറഞ്ഞതാണ്. എന്നിട്ടും മന്ത്രി ന്യായീകരിക്കുന്നു, എം വി ഗോവിന്ദൻ ന്യായീകരിക്കുന്നു. എന്നിട്ട് ഈ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നു. അവിടുത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ 79,996 ഇന്നത്തത് 81,868 അത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ്. അതുകൂടാതെ ശ്രീ ആർ വി ഹരി പറഞ്ഞതുപോലെ വരുന്ന അവിടെ കണക്കില്ലാതില്ല. ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ മൊത്തം പമ്പയിൽ വെച്ച് സ്പോട്ട് ബുക്കിംഗ് നടത്തിയാണ് വിടുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവിടെ എത്ര അയ്യപ്പ ഭക്തന്മാർ വരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ കണക്കുകളുണ്ട്. അത് വെർച്വൽ ക്യൂ ബുക്കിങ്ങും ദിവസേനയുള്ള സ്പോട്ട് ബുക്കിംഗും കൂടെ ആകുമ്പോൾ അതിന്റെ കൃത്യമായ കണക്കുകൾ കിട്ടും. പിന്നെ ഇവിടെ പറഞ്ഞത് ശ്വാസം മുട്ടി മരിച്ചു. ഇതൊരു ക്ലോസ്ഡ് ഓഡിറ്റോറിയം അല്ല, വളരെ വിശാലമായ ഒരു കാനനപാതയാണ്. അവിടെ ശരിയാണ്, ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, മണിക്കൂറോളം അവിടെ ക്യൂ നിന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഈ വർഷമല്ലല്ലോ, നമ്മൾ എല്ലാ വർഷവും മണ്ഡലപൂജ സമയത്ത് കാണുന്നതാണ്. എല്ലാ പത്രങ്ങളും എടുത്തു നോക്കിയാൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ശബരിമലയിൽ 12 മണിക്കൂർ ക്യൂ, 16 മണിക്കൂർ ക്യൂ, അയ്യപ്പ ഭക്തന്മാർ വലയുന്ന എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ വർഷം പുതിയതായിട്ടുണ്ടായല്ല, ഈ വർഷം അല്പം ക്യൂ കൂടുതലുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലുണ്ട്, വികലാംഗരുടെ എണ്ണം വളരെ കൂടുതലുണ്ട്. ഏതാണ്ട് 30% അവിടുത്തെ രജിസ്ട്രേഷൻ കണ്ടിരിക്കുന്നത് കുട്ടികളും വികലാംഗരുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് പടി കടക്കുന്നതിന് വളരെ കൂടുതൽ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് സാധാരണ അവിടുത്തെ കണക്കെന്ന് പറയുന്നത് ഒരു മിനിറ്റിലേക്കാണ്ട് 65-70 പേര് വെച്ചാണ് ഒരു മിനിറ്റിൽ അവിടെ കടന്നു പോകുന്നത്. അത് 75-80 വരെ പോകുമായിരുന്നു. ഇപ്പൊ അത്രയും പേര് പോകുന്നില്ല, 70-ൽ താഴെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് പരമാവധി പോകാവുന്ന 4,000 പേരാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ദർശന സമയം എന്ന് പറഞ്ഞാൽ 18.25 മണിക്കൂറാണ്. ഈ 18.25 മണിക്കൂറുണ്ട്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 75,000 പേര് കൂടുതൽ അവിടെ ഒരു ദിവസം ദർശനം നടത്താൻ പറ്റും. അപ്പൊ അവിടെ ഇടയ്ക്ക് വെച്ച് 11-ാം തീയതി അവിടെ വന്നത് 1,02,000 പേരാണ് 11-ാം തീയതി ശബരിമലയിൽ ദർശനത്തിനായിട്ട് വന്നത്. അപ്പോൾ 10-25,000-ത്തോളം ആള് ഈ 18.25 മണിക്കൂർ കൊണ്ട് കടക്കാൻ വയ്യാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 10-25,000 ആൾ അടുത്ത ദിവസത്തേക്ക് പോകും. അപ്പൊ ഏതാണ്ട് 12 മണിക്കൂർ എന്നുള്ളത് 18-24 മണിക്കൂറോ ആ ക്യൂ നീണ്ടുപോകും. രാത്രി നമുക്കറിയാം 11:45 അടയ്ക്കും, രാവിലെ 3 മണിക്കാണ് നട തുടങ്ങുന്നത്. ഈ സമയത്തെല്ലാം അയ്യപ്പ ഭക്തന്മാർ രാവിലെ മുതലുള്ള ക്യൂ അവിടെ നിൽക്കുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് ഈ വരവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അവിടുത്തെ ഏറ്റവും റെക്കോർഡ് വരവെന്ന് പറയുന്നത് 2018-ലായിരുന്നു, കോവിഡിന് തൊട്ടുമുള്ള വർഷം. 351 കോടി രൂപ, അല്ല 2022-23-22 351 കോടി രൂപയാണ്. പക്ഷേ നമ്മൾ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അതൊന്നുമല്ല. 2018-ൽ, അതിന് മുമ്പുണ്ടായിരുന്ന 2018-ൽ 260 കോടി രൂപ അവിടെ വരവുണ്ടായിരുന്നു. അതിനുശേഷമാണ് 2019 കോവിഡ് വന്നത്. ഒരു യാഥാർത്ഥ്യം പലരും മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. 2019 കോവിഡ് വന്നപ്പോൾ 2019 ദർശനം നടന്നു. അതിനുശേഷം മാർച്ച് മാസത്തിലാണ് കോവിഡ് വ്യാപിക്കുന്നത്. 2020-ൽ പരിപൂർണമായിട്ട് ദർശനമില്ലായിരുന്നു. 2021-ൽ ഭാഗികമായ ദർശനമില്ലായിരുന്നു. അവിടുത്തെ ഒരു ഒരു പ്രത്യേകതയുണ്ട് മഞ്ജേഷേ. കേരളത്തിൽ നമ്മൾ മലയാളികൾ ആരും കൊണ്ടിരുന്ന പണമല്ല അവിടെ നമ്മളെടുത്ത് നമുക്കറിയാം. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശ്, കർണാടകത്തിലല്ല, ആന്ധ്രാപ്രദേശത്ത് വരുന്ന ഭക്തർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് അമ്പലങ്ങളിൽ പോകണമെന്ന് മനസ്സിൽ തീരുമാനിക്കുമ്പോൾ അവർ മാസം തോറും അവരുടെ വീട്ടിൽ അവർ കാണിക്ക ശേഖരിക്കും. അത് ഒരു വർഷത്തിലോ, ഇതിപ്പോൾ സംഭവിച്ചത് 2021-ൽ വരാതിരുന്നു, 22 അവസാനം വന്നപ്പോൾ അവിടുത്തെ മണ്ഡലപൂജ തുടങ്ങുന്നവര് 2 വർഷങ്ങൾ ചേർന്നാണ്. ഇപ്പോൾ തന്നെ മണ്ഡലപൂജ തുടങ്ങിയത് 2023 നവംബർ 17 തുടങ്ങി. അതിന്റെ ഫസ്റ്റ് ഫേസ് എന്നാണ് പറയുന്നത്. ഡിസംബർ 27 അവസാനിക്കും. ഈ ഡിസംബർ 30 വീണ്ടും തുടങ്ങും. അതിനുശേഷം ജനുവരി 14 മുതൽ 20 വരെയാണ് നമ്മുടെ മകരസംക്രാന്തിയായിട്ട് പൂജ. ഇത്രയാണ് അവിടുത്തെ ഈ 2 സീസണിലായിട്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വരവെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വർഷം അവർ ശേഖരിച്ചു വെച്ചിരുന്ന ഒരു പണം കൂടി അധികമായിട്ട് അവർ ആ ഭക്തർക്ക് പരിപൂർണമായിട്ട് ആ ഭക്തർക്ക് ആ പണം കൊണ്ടിരുന്നു. പിന്നെ കാണിക്ക എന്ന് പറയുന്ന അവരുടെ വിശ്വാസമാണ്. കാണിക്ക ഇടരുതെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ല, ഈ നടവരവ് കുറയുന്നതിന് വഴിവെക്കുന്ന രീതിയിൽ സംഘപരിവാർ പ്രചാരണം നടക്കുന്നു എന്ന് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നതിനെ കുറിച്ചാണ് നേരത്തെ ഇവിടെ സംസാരിച്ചത്. പക്ഷെ താങ്കൾ ഈ പറയുന്ന അതിലേക്ക് അതല്ല ഞാൻ ചോദിക്കുന്നത്.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തിരക്ക് അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മയാണ് ഈ പ്രശ്നത്തിന് വഴിവെച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ആ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി തിരക്കുണ്ടാകുന്ന ദിവസങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയും അതിനെക്കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളുമാണല്ലോ മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണല്ലോ ദേവസ്വം മന്ത്രിക്ക് പൊടുന്നനെ നവകേരള സദസ്സിൽ നിന്ന് ശബരിമലയിലേക്ക് പോകേണ്ടി വന്നതും. അത് എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം ഒരു ഏകോപനമുണ്ട് എന്ന് വരുത്തി തീർത്തതിന് ശേഷം അന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ